അപ്പം അങ്ങനെ ഒരു പുതിയ ലുക്കിൽ മമ്മൂക്കെ കണ്ടത് തുടങ്ങി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി 15 ഭ്രമയുഗം റിലീസായത് അപ്പോൾ കണ്ടുവന്നേ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടമായ സിനിമ ഇഷ്ടമാവാൻ പ്രധാന കാരണം മമ്മൂട്ടി ഓഫ് കോഴ്സ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിപ്പ്, നടപ്പ്, നോട്ടം, മാനറിസം എല്ലാം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ചില സമയങ്ങളിൽ വടക്കൻ വീരഗാഥയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പക്ഷെ ദാറ്റ്സ് നെഗ്ലിജിബിൾ, ഇഗ്നോറബിൾ. അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അത് മാത്രമല്ല, സിനിമ ഓഫ് കോഴ്സ് മെമ്മറബിൾ ആക്കാനുള്ള പല ഘടകങ്ങളിൽ പൊതുവെ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ? അപ്രതീക്ഷിതമായിട്ടുള്ള ഇൻസിഡൻസ് വരിക, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു എൻഡിങ് വരിക. അങ്ങനെ പ്രതീക്ഷിച്ച് പോലെ സിനിമ വ്യത്യസ്തമാണ്, കഥ വ്യത്യസ്തമാണ്. ഈ ഒരു കഥ മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എല്ലാവരും പറയുന്നത് പോലെ ത്രൂ ഔട്ട്. അപ്പോൾ അതൊരു സംശയം ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഗംഭീരമായിട്ടുണ്ട്, വിഷ്വൽസൊക്കെ മനോഹരമായിട്ടുണ്ട്. അതിലൊരു സീനുണ്ട്, ശരിക്കും നമുക്കിങ്ങനെ സഫോക്കേഷൻ വരും, ഒരു ക്ലോസ്ട്രോഫോബിക് ആവുന്നൊരു, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ അത് ശരിക്കും നമ്മളെ സഫോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് നല്ലതായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ സീൻ ചെയ്തിട്ടുള്ളത്. ഷഹനാദ് ജലാലാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഭൂതകാലം ചെയ്ത അതേ ഡയറക്ടർ, അതേ സിനിമാറ്റോഗ്രാഫർ. ഷഹനാദ് ജലാൽ കുറേ മുൻപേ സിനിമയിലുള്ള ആളാണ്. വി കെ പ്രകാശിൻ്റെ നിർണായകം, അരുൺകുമാർ അരവിന്ദിൻ്റെ സിനിമകൾ, അങ്ങനെ കുറച്ച് നല്ല സിനിമകൾ. അതപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ജോളി ജോസഫിൻ്റെ ഡോക്യുമെൻ്ററി, അവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഷഹനാദാണ്. ഷഹനാദിൻ്റെ ഗംഭീര വിഷ്വൽസ്, അത് കാണേണ്ടതാണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു മെമ്മറബിൾ ആവുന്ന വേറൊരു കാര്യം വെച്ചാൽ ഇതൊരു ഹിസ്റ്റോറിക് ഇവൻ്റാണ്. ഇപ്പോൾ ഇത്രയും നാളുകളായിട്ട് നമ്മൾ സിനിമ കളറിൽ കണ്ടിട്ട്, ഓഫ് കോഴ്സ് ചിലപ്പോൾ കുറച്ചൊരു ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ത്രൂ ഔട്ട് സിനിമ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയവും വേണ്ട, സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോയി കാണണ്ടേ എന്നുള്ളത്. അങ്ങനെ വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ മ്യൂസിക് ഒരു സമയത്തും നമുക്ക് ഓവറായിട്ട് തോന്നില്ല, കുറവായിട്ട് തോന്നില്ല, നല്ല രസമായിട്ട് പോകുന്നു. നല്ല ഗാനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിൻ്റെ മകനാണത് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. രസമായിട്ടുണ്ട് ഗാനങ്ങൾ. എല്ലാ ഗാനങ്ങളും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല സ്മൂത്തായിട്ട് പോകുന്ന നല്ല ഗാനങ്ങളുണ്ട്, മെലോഡിയസ് ആയിട്ട് പോകുന്ന ഗാനങ്ങളുണ്ട്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരുടെ ആ കൂടി ഈ 3 മെയിൻ കഥാപാത്രങ്ങളെ സിനിമയിലുള്ളൂ. പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ത്രൂ ഔട്ട് സിനിമ സ്ലോ ആണ്, അതിൻ്റെ പേസ് അങ്ങനെയാണ് അവർ നിർണ്ണയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് പക്ഷേ നല്ല രസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ത്രൂ ഔട്ടായിട്ട്. അവസാനം ആ കൂടി എനിക്കൊരു കല്ലുകടി തോന്നിയത് ഒരു പോർച്ചുഗീസ് ആളുകളുടെ ഭടന്മാരുടെ രംഗമുണ്ട്. അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ കാലഘട്ടത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അത് വേണമായിരുന്നോ എന്ന് തോന്നുന്നു. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ബാക്കി സിനിമ ത്രൂ ഔട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് പല തരത്തിലുള്ള സിനിമകൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ആരോ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി എനിക്ക് തോന്നുന്നു കൃഷ്ണേന്ദു ഗലേഷാന്ന് തോന്നുന്നു, ഒരുപാട് നല്ല സിനിമകൾ വരുന്നു. ശരിക്കും നല്ല സിനിമകൾ. ഇപ്പോൾ പ്രേമലു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഇൻ സെൻസ് ആ ഒരു റൊമാൻസൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള സിനിമയായിരുന്നു. അതിനു മുമ്പ് ഇപ്പോൾ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എൻഡിങ് വരണോ എന്നുള്ളത് നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ആട്ടത്തിനെ കുറിച്ചായിരുന്നു. അതിന് IFFIലൊക്കെ നല്ല സ്വീകരണം കിട്ടിയതാണ്. ചില സ്ഥലങ്ങളിൽ കേട്ടൊരു അഭിപ്രായമാണ്, അതെന്തിനാണ് അങ്ങനെ ഒരു ക്ലൈമാക്സ് ആക്കിയത്, ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് അല്ലാത്തതുകൊണ്ട് അംഗീകരിക്കാത്ത സിനിമകളുടെ കൂട്ടത്തിൽ വന്നതാണ് ആട്ടം. പക്ഷെ നല്ല സിനിമയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രമേയത്തിനെ കുറിച്ചാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. അല്ലാതെ ഒരു പക്ഷേ നമ്മളെല്ലാവരും കൂട്ടിയിരുന്ന് കാണുമ്പോൾ അത് പറയുമ്പോൾ ഹൊറർ ഫിലിമാണോ, ഹൊറർ ത്രില്ലർ എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത്. ആക്ച്വലി ഒരു ഹൊറർ വളരെ ഭീതി തോന്നുന്ന രീതിയിലുള്ള രംഗങ്ങളൊന്നും സിനിമയിൽ കണ്ടില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സിന് മേലുള്ള ഏതൊരു കുട്ടിയും കൂടി കൊണ്ടുപോകാവുന്ന, 10 വയസ്സിന് താഴെ എന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടർക്ക് വരുന്നത്, അതൊരു മോശമായിട്ടുള്ള രീതിയിലൊന്നും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. നല്ല അമാൽ ഡാലിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടറാണ് ചെയ്തിട്ടുള്ളത്.
ഒട്ടും എന്താ പറയുക ഒരു രീതിയിലും വൾഗറോ അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. പക്ഷേ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സിന് മേലുള്ള കുട്ടികളെയും കൂടി കൊണ്ടുപോകാവുന്ന നല്ല അങ്ങനെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ളൊന്നുമില്ല, നല്ല രസമുള്ള സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.